കുട്ടികളും മുതിർന്നവരും ഒരുപോലെ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് അകാല നര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. യാതൊരുവിധ കെമിക്കലുകളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് നൽകാൻ, മുടികൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം തന്നെയാണ്. നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ 2 ഗ്ലാസോളം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹെന്ന പൗഡറിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ ഇതേ രീതിയിൽ കൃത്യമായ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ കൃത്യമായ റിസൾട്ട് കിട്ടത്തുള്ളൂ. നമുക്കൊന്ന് വെള്ളം ചൂടായിട്ട് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. നമ്മളിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് കുറുക്കി നമുക്ക് എത്രയാണോ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്കിത് കുറുക്കി എടുക്കണം. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂണോളം ഉലുവയാണ്. ഇത് നമ്മുടെ ഹെയറിന് നന്നായിട്ട് തണുപ്പ് നൽകുന്നതുകൊണ്ട് തന്നെ ഉറക്കക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കാനൊക്കെ ഇത് നല്ലതാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും നല്ലതാണ്. കരിഞ്ജീരകം ഞാനിത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിതിലേക്ക് ഉലുവ ഇട്ടത് കൊണ്ട് തന്നെ ജലദോഷം അതുപോലെ നീരിറക്കം പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളവർക്ക് ഇതിലേക്ക് ഒരു 4 മണി കുരുമുളക്, പൊടിക്കാതെ കുരുമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നീരിറക്കം പോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് കണ്ടില്ലേ, ഇത്ര മാത്രം കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് കുറുകിയതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഉലുവയൊക്കെ നന്നായിട്ട് അതിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെന്ന പാക്കിലേക്ക് ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാനിത് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ നമ്മുടെ ഈ ഹെന്ന പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ചും അതുപോലെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചും ഹെയർ പാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിത് ഇവിടെ 1.5 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് കട്ടകളൊന്നും ഇല്ലാതെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഹെന്ന തയ്യാറാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് കുറച്ചും കൂടി നല്ലത് ഉണ്ടാക്കി വെക്കുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള ഇരുമ്പിൻ്റെ പാത്രത്തിൽ അമ്മ വെളിച്ചെണ്ണ നീരാറ്റിട്ട് പുറത്തൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചത് കൊണ്ട് എനിക്കിപ്പോൾ ആ പാത്രത്തിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലത് ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇനി ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കണ്ടന്റ് ഇതിലേക്ക് ഇട്ട് വെച്ചാലും മതിയാവും. അപ്പം ഞാനിത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിത് ഇതുപോലൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് 1.5 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകവും അതുപോലെ പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബദാമാണ്. ഒരു 3 ബദാം ചെറിയ കഷ്ണങ്ങളായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിത് ചൂട് തണിയാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് തണിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ലൊരു പൗഡർ രൂപത്തിലാക്കി എടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഹെന്ന പാക്കിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നൽകുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ നമ്മുടെ ഹെന്ന പാക്കിലേക്ക് ഒരു ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പഴയൊരു താക്കോലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ വൈകുന്നേരം ആകുമ്പോൾ എടുക്കാം. അതുവരെ ഞാനിത് എയറൊന്നും കടക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളിതിപ്പോൾ വൈകുന്നേരമാണ് ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചാണെങ്കിൽ രാവിലെ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പം ഞാനിതാ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തലയിലോട്ട് ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ഞാനിത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന താക്കോലൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, താക്കോൽ ഇട്ട് വെച്ച ഭാഗത്ത് നന്നായിട്ട് കറുത്ത രൂപത്തിലായിട്ടുണ്ട്. അയൺ കണ്ടൻറ്റ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ താക്കോൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനിത് എൻ്റെ ഹെയറിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് അച്ഛൻ്റെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് നന്നായിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് യാതൊരുവിധ കെമിക്കലുകളും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഹെന്ന പൗഡറിനെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് നേരം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് അച്ഛൻ്റെ തലയിലോട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അച്ഛൻ്റെ ഹെയർ നല്ല രീതിക്ക് വെള്ളയുമാണ്. അതുപോലെ തന്നെ അച്ഛന് ഹെയർ ഡൈ അലർജിയുമാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇതുപോലെയാണ് ഉണ്ടാക്കി ഉപയോഗിക്കാറ്. നല്ല തിക്കായിട്ട് ഹെയർ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഓരോ ലെയറായിട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെ അവിടെ ഇവിടെ ആയിട്ട് കളർ നിൽക്കുന്നത് പോലെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചെയ്തു തരുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ അത് ഹെയർ വൈറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ നല്ലതായിട്ട് മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിലും മുടി തഴച്ച് വളരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമുക്ക് ഈ ഹെയർ പാക്ക് ഇടാം. കാരണം നമ്മൾ ഇതിലേക്ക് ഇടുന്നതൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ളത് മാത്രമാണ്. വേറെ കെമിക്കലുകളൊന്നും തന്നെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മളിതിലേക്ക് കരിഞ്ജീരകവും ബദാമും പൊടിച്ച് ചേർത്തതുകൊണ്ട് തന്നെ കുളിക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ പൊടികൾ പോകുന്ന രീതിയിൽ വേണം കുളിക്കാനായിട്ട്. ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതിൽ വരുന്നില്ല. അച്ഛൻ്റെ ഹെയറിൽ തന്നെ ഞാൻ മൊത്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു അരമണിക്കൂറോളം നമ്മുടെ ഹെയറിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഡാൻഡ്രഫൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ മാസത്തിൽ 2 തവണ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ താരന് നന്നായിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ മറ്റുള്ളതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം.